വെള്ളപ്രാണി കഴിക്കാനാണ് ഈ കറുത്ത ഉറുമ്പ് വന്നിരിക്കുന്നത്. നല്ല രീതിക്ക് നീര് വരുന്നത് കാണാമല്ലോ. അപ്പോൾ പിഴിയാൻ നല്ല കഷ്ടമാണ്. അപ്പോൾ VKS അഗ്രോ ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അതായത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആദ്യമായിട്ട് ഇടുന്ന ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഷോർട്സാണ് നമ്മൾ ഇത്ര ദിവസം കൊണ്ടിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ചെറുനാരങ്ങയെ കുറിച്ചാണ്. അതായത് ഇത് കുരുവില്ലാത്തൊരു ടൈപ്പാണ് നമ്മൾ ചെറുനാരങ്ങ. ഓൾറെഡി ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് നമ്മുടെ ഫുള്ളായിട്ട് കാണാം. ഒന്ന് ആ വീഡിയോ ഒന്ന് കയറി കണ്ടോളൂ. അപ്പോൾ നമുക്ക് ഈ തൈ കിട്ടിയത് വന്നിട്ട് നമുക്ക് കൃഷിഭവനിൽ നിന്നാണ് കിട്ടിയത്. ഏകദേശം 2.5 വയസ്സ് പ്രായമുള്ളൊരു ചെറുനാരങ്ങയുടെ തൈയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കായിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ളൊരു ചെറുനാരങ്ങ കൂടെ കായ്ച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്ത് കാണാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ ഇതേപോലത്തെ അഗ്രികൾച്ചർ, അതായത് നമ്മുടെ മിക്സിങ് ഫാമാണ്. നമ്മുടെ പശു, ആട്, കോഴി, അങ്ങനെ തെങ്ങ്, കവുങ്ങ്, അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റീസുള്ള മിക്സഡ് ഫാമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നതായിരിക്കും, ഉപകാരപ്പെടുന്നതായിരിക്കും. കർഷകർക്കായാലും ഫാം നടത്തുന്നവർ ആർക്കാണെങ്കിലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന, അതായത് എന്തെങ്കിലും നമ്മുടെ വീഡിയോസിൽ നിന്നൊരു ഐഡിയാസ് കിട്ടുന്ന ടൈപ്പിലായിരിക്കും നമ്മുടെ വീഡിയോസ്, ഇനിയുള്ള വീഡിയോസൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഇവനെ കട്ട് ചെയ്യണതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഈ ചെടീനെ കുറിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൃഷിഭവനിൽ നിന്നാണ് കിട്ടിയത്. 2.5 വയസ്സ് പ്രായമുള്ളൊരു തൈയാണിപ്പോൾ. വെച്ച് ഏകദേശം ഒരു വയസ്സിൽ തന്നെ ആൾ നല്ല രീതിക്ക് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അതായത് നമ്മൾ ജസ്റ്റ് ഒരു 2 കുഴിയെടുത്ത് വെച്ചതാണ്. അത്യാവശ്യം വെയിൽ തട്ടുന്ന സ്ഥലത്തിലാണെങ്കിൽ നല്ല രീതിക്ക് റിസൾട്ട് ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ 2 സൈഡും തെങ്ങ്, അതിൻ്റെ സെൻറ്ററിലാണ് ചെറുനാരങ്ങ വെച്ചിരിക്കുന്നത്. പക്ഷെ അത്യാവശ്യം വെയിലും കാറ്റും തട്ടുന്ന നല്ലൊരു ഏരിയ ആയ കാരണം അവർക്ക് ഇഷ്ടം പോലെ കായുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇഷ്ടം പോലെ കായ പിടിച്ചിട്ടുണ്ട്. ഏത് സമയം നോക്കിയാലും ഇതിൽ കായുണ്ടാവും. ഈ കാണുന്ന വെള്ളപ്രാണി കഴിക്കാനാണ് ഈ കറുത്ത ഉറുമ്പ് വന്നിരിക്കുന്നത്. ഇതിലുള്ള ഈ വെള്ളപ്രാണി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വെള്ളപ്രാണിയുടെ ശല്യം നമ്മുടെ ഫാമിൽ തെങ്ങിൻ്റെ പട്ടയിലും എല്ലാത്തിലും ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കടക്കാം ഒന്നും കൂടെ. അപ്പോൾ ഞാൻ ഇവിടുത്തെ വളപ്രയോഗം ഉപയോഗിക്കണമെന്ന് ഞാനതൊന്ന് പറഞ്ഞുതരാം. നമ്മൾ വർഷത്തിൽ 1 പ്രാവശ്യമാണ് വളപ്രയോഗം ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇവിടെ മഴക്കാലം ഒരു ജൂൺ ജൂലൈ സമയം സ്റ്റാർട്ട് ചെയ്ത് ഒരു ഓഗസ്റ്റ് മഴ പെയ്ത് വെള്ളം നല്ല രീതിക്കൊന്ന് കുടിച്ച് നമുക്ക് വെട്ടാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ ജൂൺ ജൂലൈ ആ സമയങ്ങളിലൊക്കെ ആയിരിക്കും നമ്മളതിനുള്ള വളം കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അധികം വളം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ചുറ്റും വൃത്തിയാക്കും. വർഷത്തിൽ 1-2 പ്രാവശ്യം നമ്മൾ വൃത്തിയാക്കും. പക്ഷെ എന്നാലും ഒറ്റ പ്രാവശ്യം നമ്മൾ വളപ്രയോഗം ചെയ്യുള്ളൂ. നമുക്ക് ഇതിൻ്റെ ചുറ്റും, അതായത് തടം പോലെ ക്ലീൻ ചെയ്തെടുത്തിട്ട് ആട്ടുംകാഷ്ടം, ചാണകപ്പൊടി, ഫസ്റ്റ് നമ്മൾ കുമ്മായി ഇടും. അത് കഴിഞ്ഞ് ആട്ടുംകാഷ്ടം, ചാണകപ്പൊടി. ഇത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ഇവർക്ക് കൊടുക്കുന്നതും. അപ്പോൾ അത്രയ്ക്ക് ചിലവുള്ളൊരു ഐറ്റം അല്ല. നമ്മുടെ വീട്ടിൽ ചെറിയൊരു സ്ഥലപരിധി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു അനുയോജ്യമായതാണ്. ഇതിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നുന്നത് ചെറുനാരങ്ങ തന്നെയാണ്, നീരിനുള്ളത് തന്നെയാണ്. ബട്ട് ഈവൻ ചെറുനാരങ്ങ കായ്ച്ചു നിന്ന് ഒരു ടൈമാണ് സമയത്ത് പിന്നെ കായ് കിട്ടില്ല. പക്ഷേ ഇവൻ 365 ദിവസവും ഈ ചെടിയിൽ കായുണ്ട്. അപ്പോൾ ഞാൻ 1 വർഷം മുതൽ കായ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2.5 വർഷമല്ല, ഈ 1.5 വർഷവും ഇതിൽ കായുണ്ട്. ഏത് ടൈം നോക്കിയാലും പൂവും കായുമായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ തൈ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃഷിഭവനിൽ കിട്ടിയത്. ഇതിൻ്റെ തൈ ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ തൈ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ തൈ ഏതെങ്കിലും വഴി എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നതായിരിക്കും. ഞാൻ ഒരു വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടാലേ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുള്ളൂ.
അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവനൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. ഭയങ്കര കട്ടിയാണ്. ശാശനെ നമുക്കൊന്ന് വീട്ടിൽ കൊണ്ടുപോയി കട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ മിക്സഡ് ഫാമാണ്. തെങ്ങ്, കവുങ്ങ്, ജാതി, കുരുമുളക്, ചക്ക, മാങ്ങ, തേങ്ങ, അങ്ങനെ കുറച്ച് വെറൈറ്റീസും പിന്നെ പശു, ആട്, കോഴി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ള ഒരു മിക്സഡ് ഫാമാണ്. അപ്പോൾ എന്തായാലും ഇതിൽ വരുന്ന ഓരോ വീഡിയോസും, അതായത് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോസിൽ പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ അതിനുള്ളൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താം. അതായത് ഒരു തെറ്റാണെങ്കിൽ അത് ശരിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ഫാം നടത്താനൊക്കെ താല്പര്യമുള്ളവരും ഇത് ബേസ് ചെയ്തിട്ടുള്ളവരും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്തവർ, കാരണം ഏകദേശം എല്ലാ ഫാമും നമ്മൾ ചെയ്തിപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ലാഭത്തിൽ കൊണ്ടുപോകുക എന്നുള്ള രീതിയൊക്കെ നമുക്കറിയാം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ നമ്മുടെ ഫാമിലത്തെ കാവൽക്കാരനാണ്. അപ്പു എന്നാണ് പേര്. നല്ല പ്രൊട്ടക്റ്റീവ് ഡോഗാണ്, നാടൻ ടൈപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് ഇടാം. ഇവനെ കട്ട് ചെയ്തിട്ട് ബാലൻസ് ഉള്ള കാര്യം വിവരിക്കാം. വീട് എത്തിയിട്ടുണ്ട്, നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇവനൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഉൾവശം. ഞാനൊന്ന് പിഴിഞ്ഞും കൂടെ ഒന്ന് കാണിക്കാം. അതിൻ്റെ നീര് കട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിക്ക് നീരിപ്പോൾ കയ്യിൽ ഒറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ ഒറ്റയ്ക്ക് എടുക്കുന്ന കാരണം കുറച്ച് പ്രയാസമാണ്. ഞാനൊരു മിനിറ്റ് കാണിക്കാം. നല്ല രീതിക്ക് നീര് വരുന്നത് കാണാമല്ലോ. അപ്പോൾ പിഴിയാൻ നല്ല കഷ്ടമാണ്. നീരിഷ്ടം പോലെ നീര് വരുന്നുണ്ട്. നമ്മളിതിൽ സ്പൂണ് വെച്ചിട്ട് ഇതിന് മൊത്തം ചുരണ്ടിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ നീരെടുക്കണത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോസ് വന്നിട്ട് നമ്മുടെ ഫാമിൽ വെച്ചൊരു തേനീച്ചക്കൂട അപ്ഡേറ്റാണ്. മലന്തേനീച്ച ഒരെണ്ണം വന്ന് കൂട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ചാനൽ എന്തായാലും ഫുള്ളായിട്ടൊന്ന് കാണുക. വീഡിയോസൊക്കെ ചാനലിൽ കയറി ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും വീണ്ടും ഒരു അഗ്രികൾച്ചറൽ മിക്സ്ഡ് ബേസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.